റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലപ്പുറം എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം അനാസ്ഥ മൂലം നശിക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞിട്ടും കെട്ടിടം പൂട്ടിയിട്ട നിലയിലാണ്. 30 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടവും പരിസരവും കാട് മൂടി നശിക്കുന്നു. കെട്ടിടം ഉദ്ഘാടനം ചെയ്തെങ്കിലും ആവശ്യമായ ഫർണിച്ചറുകളും സൗകര്യങ്ങളും ഒരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ജൂലൈ 14-നാണ് പുതിയ കെട്ടിടം വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ പ്രതികരണമുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ഏതായാലും മന്ത്രി ഉദ്ഘാടനം ചെയ്തൊരു ബിൽഡിംഗ് മുമ്പ് പത്തപ്പിന ഗവൺമെൻറ് സ്കൂൾ ഉദ്ഘാടനം ചെയ്ത മാതിരിക്ക് 6 മാസത്തിൻ്റെ അടുത്തായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് തൊട്ടടുത്തുള്ള ആദിവാസി നഗറിലെ ആളുകൾക്കും അതുപോലെ മലയോര പ്രദേശമാണത്, അവിടുത്തെ ജനങ്ങൾക്കും വളരെ ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു ബിൽഡിംഗാണത്. അത് 30 ലക്ഷം രൂപ മുടക്കിയിട്ട് ഇതുവരെയായിട്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. കാരണം അന്വേഷിക്കും പറഞ്ഞ ഫർണിച്ചർ ഇല്ല, മറ്റുള്ള വിഷയങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാണ് മുടന്ന ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് ഇത്രയും നല്ലൊരു ബിൽഡിംഗ്. ഈ ബിൽഡിംഗ് 6 മാസം ഇതുവരെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിൻ്റെ പേരിൽ പൊതുജനങ്ങൾ വളരെയേറെ പ്രയാസത്തിലാണ് ഈ വിഷയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാട് മൂടി അതിന് 30 ലക്ഷം രൂപ ജനങ്ങളുടെ പൊതു ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയൊരു ബിൽഡിങ്, എന്താ പറയുക, ഫുള്ള് കാട് മൂടി വളരെ ശോചനീയ അവസ്ഥയിലാണ് ഇപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ അലി കരിമ്പ, ഇതെന്താണ്? നല്ലൊരു കെട്ടിടമാണല്ലോ, 30 ലക്ഷം രൂപ വെച്ചൊരു കെട്ടിടം നിർമ്മിക്കുക, എന്നിട്ട് അതിലേക്ക് വേണ്ടുന്ന ഫർണിച്ചർ ഇടാതെ അത് കാട് മൂടി നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക. ഇതെന്താണ് സംഭവിച്ചത് അഷ്കർ? ആരുടെ അനാസ്ഥയാണിത്? അരുൺ, ഇക്കഴിഞ്ഞ ജൂലൈ 14-നാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിലുള്ള ഹെൽത്ത് സെൻ്ററിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല, രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്നുള്ള പ്രയാസം പറഞ്ഞുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ 14.5 ലക്ഷം രൂപയും നാഷണൽ ഹെൽത്ത് മിഷൻ്റെ NHMൻ്റെ 15 ലക്ഷം ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ തന്നെ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. എന്നാൽ കെട്ടിടത്തിന് ആവശ്യമായ ഫർണിച്ചറുകൾ, ആശുപത്രികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊന്നും തന്നെ ഈ കെട്ടിടത്തിൽ ഇതുവരെ സജ്ജീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ 5 മാസം കഴിഞ്ഞിട്ടും കെട്ടിടം ഇപ്പോഴും പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ 100 കണക്കിന് രോഗികൾക്ക് ആശ്രയവും ആശ്വാസവും ആകേണ്ട ഒരു കെട്ടിടമാണ് ഈ അനാസ്ഥ മൂലം, അത് പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ആരോഗ്യ വകുപ്പിൻ്റെ ആണെങ്കിലും ബന്ധപ്പെട്ട അധികൃതരുടെ അനാസ്ഥ മൂലം അതിന് സജ്ജീകരണങ്ങൾ ഒരുക്കാത്തത് കൊണ്ട് മാത്രം ഈ കെട്ടിടം ഇനിയും പ്രവർത്തന സജ്ജമാകാത്തത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള കുടിസായ ആശുപത്രി കെട്ടിടത്തിലാണ് ഇപ്പോഴും ആ പഴയ ആശുപത്രി പ്രവർത്തിപ്പിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഭാഗമൊക്കെ തന്നെ തുടർച്ചയായി മഴയും വെയിലും ഏറ്റ് നശിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. മറുഭാഗമാണെങ്കിൽ പൂർണ്ണമായും കാട് മൂടിക്കടന്ന് പൂർണ്ണമായി ഇഴജന്തുക്കളുടെയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെയും ഒക്കെ തന്നെ ഒരു ആവാസ കേന്ദ്രമാകുന്ന അവസ്ഥയിലേക്ക് ഈ പുതിയ കെട്ടിടം മാറുകയും ചെയ്യുന്നു. അങ്ങനെ പൊതുമുതലായി 10-30 ലക്ഷം രൂപ ചെലവഴിച്ച് വലിയ തോതിൽ മന്ത്രിയൊക്കെ കൊണ്ടുവന്ന് കെങ്കേമമായി ഉദ്ഘാടനം നടത്തിയ ഒരു പുതിയ കെട്ടിടം, രോഗികൾക്ക് ഉപകാരപ്രദമാകേണ്ട കെട്ടിടമാണ് ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് നശിക്കുന്നു, എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല എന്ന കാര്യത്തിൽ ഈ അധികൃതരെ ബന്ധപ്പെടുമ്പോൾ അവർക്കാർക്കും വ്യക്തമായൊരു മറുപടിയുമില്ല. അപ്പോൾ ഇതുപോലെ ഫർണിച്ചർ ഉണ്ടായിട്ടില്ല, ആശുപത്രി ഉപകരണങ്ങളില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ലക്ഷങ്ങൾ ചെലവാക്കിയുള്ള ഈ കെട്ടിടം ഇപ്പോഴും പൂട്ടിക്കിടക്കുന്നത്. ഇതെന്ന് തുറന്നു കൊടുക്കും, എന്നാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പറയാൻ പോലും അധികൃതർക്ക് ആവുന്നില്ലാണ് നിലവിലെ സാഹചര്യം. അതുകൊണ്ടാണ് ഈ എടവണ്ണ പഞ്ചായത്തിലെ ഈ ആദിവാസി മേഖലയിലേക്കപ്പെട്ട മലയോര മേഖലയിലേക്കപ്പെട്ട മനുഷ്യർ ആശ്രയിക്കുന്ന ഒരു കുടുംബാരോഗ്യ കേന്ദ്രം കൂടിയാണ്. ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ അനാസ്ഥ കൊണ്ട് മാത്രം സർക്കാർ പൊതുമുതൽ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു കെട്ടിടം ഇത്തരത്തിൽ നശിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അരുൺ, താങ്ക് യു. നമുക്കിപ്പോൾ അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്. അനാസ്ഥയാണ്, കാട്ടിലെ തടി തേവരുടെ അന എന്നൊക്കെ പറയുന്നത് പോലെയാണ്. നാട്ടുകാരുടെ പണം 30 ലക്ഷം രൂപ വെച്ച് കെട്ടിടം നിർമ്മിക്കും, പക്ഷേ കെട്ടിടത്തിലേക്ക് ആവശ്യത്തിനുള്ള ഫർണിച്ചർ ഉണ്ടാക്കില്ല. ആനയെ വാങ്ങും, തോട്ടി വാങ്ങാൻ കാശില്ലത്രേ. ഇതാണ് അവസ്ഥ.